നമസ്കാരം. ഡീകോഡ് 360യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിലെ പാലക്കാട് എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതകളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, പാലക്കാട് വളരെ നാളുകളായിട്ട് കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ് ഏത് ഇലക്ഷൻ വന്നാലും. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, അവിടെ BJPക്ക് ഉണ്ടായ വളരെ വലിയൊരു വളർച്ചയാണ്. നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു 15 വർഷത്തിന് ഇടയിൽ അവിടെ BJP എത്രത്തോളം വോട്ട് പേഴ്സൻ്റാണ് വർദ്ധിപ്പിച്ചത്, അവർക്ക് എത്രത്തോളമാണ് വളർച്ചയുണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. ജനകീയനായിട്ടുള്ള ഷാഫി പറമ്പിലിനെ വരെ വിറപ്പിച്ചു വിടാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നിയമസഭാ ഇലക്ഷനിൽ. മെട്രോമാൻ ശ്രീധരനായിരുന്നു BJPക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നിരുന്നാൽ പോലും BJPക്ക് അത്രത്തോളം അവിടെ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എല്ലാ ഇലക്ഷനിലും 2ാം സ്ഥാനത്ത് വരാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കഴിഞ്ഞാൽ പാലക്കാടാണ് അവർക്ക് വളരെയധികം ഇത്രത്തോളം വളർച്ച ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലം. അപ്പോൾ ഈ പ്രാവശ്യം 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് രമേശ് പിഷാരടിയാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. രമേശ് പിഷാരടി നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ രംഗത്ത് പുതുമുഖമാണെങ്കിൽ കൂടി എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് രമേശ് പിഷാരടി. അദ്ദേഹം വളരെ തമാശയെല്ലാം പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സീരിയസ് ആയിട്ട് അദ്ദേഹം ഈ ലോകത്തിൽ ഏത് കാര്യം ചോദിച്ചാലും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിലപാടുകളും മറുപടികളും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ കോഴിക്കോട് ഹോർത്തൂസ് പരിപാടിയിലെല്ലാം രമേശ് പിഷാരടി പല സെഷനിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖം നമ്മളെല്ലാവരും തന്നെ കണ്ടും കേട്ടും ഇരുന്നും പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആണ് രമേശ് പിഷാരടി. മറുഭാഗത്ത് BJP രംഗത്തിറക്കിയിരിക്കുന്നത് സാക്ഷാൽ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു തീപ്പൊരി നേതാവാണ്. തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തായിരിക്കാം അവിടെ സംഭവിക്കാൻ പോകുന്നത്? നേരെ മറിച്ച് LDF ആണെങ്കിൽ അവിടെ പാലക്കാടുകാരൻ തന്നെയായിട്ടുള്ള ഒരു ഹോട്ടൽ വ്യവസായി ആയിട്ടുള്ള NMR റസാഖിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. NMR എന്ന പേര് പാലക്കാട്ടുകാർക്ക് വളരെ സുപരിചിതമായിരിക്കാം. റസാഖിനെ എല്ലാവർക്കും അറിയണമെന്നില്ല. എങ്കിൽ പോലും NMR റസാഖ് പാലക്കാടുകാരൻ തന്നെയാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് അവിടെ കച്ചവടം ചെയ്ത് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിയ ഒരാളാണ്. അപ്പോൾ ഇവിടെ ആരായിരിക്കാം യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത്? വളരെ ആകാംക്ഷ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട് നടക്കാൻ പോകുന്നത്, അതിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലക്കാട് ഷാഫി പറമ്പിൽ MP ആയിട്ട് പോയപ്പോൾ ശ്രീ രാഹുൽ മങ്കൂട്ടത്തിലാണ് അവിടെ മത്സരിച്ചത്. നമുക്കറിയാം, അന്ന് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ഓറ നമുക്കറിയാമല്ലോ. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ പൊതുരംഗത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വച്ചിരിക്കുന്നത്. രമേശ് പിഷാരടിയും ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കാനും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് നമുക്കറിയാൻ പറ്റും. 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ അന്ന് കോൺഗ്രസിന് അവിടെ 42.41% വോട്ടുണ്ടായിരുന്നു. BJPക്ക് ആകട്ടെ വെറും 19.81%. CPM അന്ന് 35.8% നിന്നിരുന്നത്. അപ്പോൾ BJPയും കോൺഗ്രസും 1ാം സ്ഥാനത്ത് വന്ന BJPയും 1ാം സ്ഥാനത്ത് വന്ന കോൺഗ്രസും 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന BJPയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 42ഉം 19ഉം ആയിരുന്നു. 2ാം സ്ഥാനത്തുള്ള CPM ആണെങ്കിൽ 35ലാണ് നിന്നിരുന്നത്. അത് 2016 ഇലക്ഷനിലേക്ക് വന്നപ്പോഴേക്കും അവിടെ കോൺഗ്രസിൻ്റെ പേഴ്സൻ്റ് വലിയ വ്യത്യാസമില്ല, 41.7 നിന്ന് തുടർന്നു. പക്ഷേ BJPയുടെ നോക്കുക, 19ൽ നിന്നും 29ലേക്ക് അവർ മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ CPM 35ൽ നിന്നും 28ലേക്ക് താഴേക്ക് പോയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. 2021 ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് പേഴ്സൻറ്റേജ് വീണ്ടും കുറഞ്ഞു. കോൺഗ്രസ് 38.06ലും CPM 25.64ലുമായിരുന്നു. എന്നാൽ BJPയുടെ വോട്ട് പേഴ്സൻറ്റേജ് നോക്കുക, 35.35%. അതാണ് ഞാൻ പറഞ്ഞത്. 2011 ഇലക്ഷനിലെ 19.87ൽ നിന്നും 2021 ആകുമ്പോഴേക്കും അവർ 35.35ലേക്ക്
ആ പേഴ്സൻറ്റേജ് ഉയർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കേരളം ഈ മണ്ഡലത്തെ ഉറ്റുനോക്കാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ BJP അവിടെ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആകാംക്ഷ കൂട്ടുന്ന ഒരു ഘടകം. നമുക്കറിയാം പാലക്കാട് നഗരസഭ ഓൾറെഡി ഭരിക്കുന്നത് BJP ആണ്. അവർക്കവിടെ വളരെ ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ്. അപ്പോൾ കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അവിടെ. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ കിട്ടാവുന്നതിൽ വെച്ച് വളരെ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. നേരെ മറിച്ച് LDFനെ നോക്കുക. അവിടെ NMR റസാഖ് എന്നൊരു ബിസിനസ്സുകാരനെയാണ് അവിടെ ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിലാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ജില്ലയിൽ CPMന് വളരെയധികം വേരോട്ടമുള്ള ജില്ലയാണ്, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും. പാലക്കാട് തന്നെ എത്രയോ കേമന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് CPMനുള്ളത്. കൃഷ്ണദാസും AK ബാലനും അതുപോലെ അവരുടെ ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവും എല്ലാം എപ്പോഴും പ്രസ്താവനകളിലൂടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോയ ഡോക്ടർ സരിനെ അവർ അവിടെ മത്സരിപ്പിച്ചു. എന്നിട്ടും ദയനീയമായ പരാജയം, 3ാം സ്ഥാനം തന്നെയായിരുന്നു അവർക്ക് വിധിച്ചിരുന്നത്. അതുകൊണ്ടാകാം ഈ പ്രാവശ്യം പാർട്ടി സ്ഥാനാർത്ഥികളിൽ നിന്നും വേണ്ട ഒരു പൊതു സ്വതന്ത്രനെ നിലനിർത്താം എന്നവർ തീരുമാനിച്ചത്. അറിയില്ല. എന്തായാലും അതിനും പിറകിലുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം ആയിട്ട് എനിക്ക് തോന്നുന്നത്, അവിടെ കോൺഗ്രസ്സിന് കുറേ നാളുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ്സിന് തന്നെയാണ്, അല്ലെങ്കിൽ UDFനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം CPM അവിടെ മനഃപൂർവ്വമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ആ സമുദായത്തിൽ നിന്നും നിർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരിക്കാം അവരുടെ തന്ത്രം. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടായാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുകയും 2ാം സ്ഥാനത്തേക്ക് പോവുകയും 2ാം സ്ഥാനത്തുള്ള BJP 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പക്ഷേ പാലക്കാടിൻ്റെ ഇതുവരെയുള്ളൊരു ചരിത്രം വച്ചിട്ട് അവർ കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു മണ്ഡലം എന്ന രീതിയിൽ, അതുപോലെ ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും പോലെയും ഒക്കെയുള്ള വളരെ ജനകീയരായിട്ടുള്ളൊരു നേതാക്കൾ അവർക്ക് അവിടെ ഉണ്ട്. 360യുടെ ഒരു വിലയിരുത്തൽ വച്ചിട്ട് ഈ ഇലക്ഷനിലും കോൺഗ്രസ് തന്നെ വിജയിക്കാനാണ് സാധ്യത. രമേശ് പിഷാരടി തന്നെയായിരിക്കാം അടുത്ത പാലക്കാട് MLA. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊരു മണ്ഡലവും എൻ്റെ വിശകലനവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.